പുതിയ വീഡിയോ അപ്ഡേറ്റ്സുകൾക്ക് A to Z ട്രിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കലണ്ടറും ചതുരവും. PSC കലണ്ടർ പുതിയൊരു മെത്തേഡിൽ ചോദിച്ചിട്ടുണ്ട്. ആദ്യം നടന്ന LDC തിരുവനന്തപുരം മലപ്പുറം ജില്ലകളിൽ ചോദിച്ച ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ചതുരത്തിൽ തന്നിട്ട് തീയതികൾ ചതുരത്തിലായിട്ട് അതിൽ വലിയ തുക തന്നിട്ട് ഏതാണ് ചെറിയ ഡേറ്റ് അല്ലെങ്കിൽ ചെറിയ തീയതി ഏതായിരുന്നു ചോദിച്ചിരുന്നു. അപ്പോൾ ഇനിയും ആ ഒരു മെത്തേഡ് ചോദിക്കാൻ സാധ്യതയുള്ളതിനാലാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ലൈക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കലണ്ടറിൽ 4 തീയതികൾ രൂപവൽക്കരിക്കുന്ന സമചതുരത്തിൽ കാണുന്ന തീയതികളുടെ തുക 20 എങ്കിൽ ഏറ്റവും ചെറിയ തീയതി എത്ര? ഇവിടെ പറഞ്ഞു 4 ഡേറ്റുകൾ തന്നിട്ടുണ്ട്. 4 തീയതികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് 4 തീയതികൾ ഉണ്ടാകുക. ഈ 4 തീയതികൾ സമചതുരം എന്ന് പറയുമ്പോൾ 4 തീയതികൾ ഈ രീതിയിൽ തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ചെറിയ തീയതി ഏതാണ്? ഈ തീയതി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് 3 രീതിയിൽ ചെയ്യാം. ഒന്ന് ഒരു ഇക്വേഷൻ ബേസ്. ഞാനിവിടെ ഇക്വേഷൻ ബേസാണ് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ നിങ്ങൾക്ക് വരച്ച് നോക്കിയിട്ട് ഓരോ തീയതിയും നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാം. വേറെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഇപ്പോൾ 2 തന്നിട്ട് 2, 3 ഇനി താഴെയുള്ള ഡേറ്റ് നോക്കിയിട്ട് അത് ചെയ്യാം. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇക്വേഷൻ ബേസിൽ ചെയ്യുമ്പോൾ ഒരു ഇക്വേഷൻ നമ്മൾ ബേസ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ ഇതാണ്. തന്നിരിക്കുന്ന തുക മൈനസ് 4n. 4 പൊതുവായി വരുന്നത്. n എന്ന് പറയുന്നത് ഇവിടെ കലണ്ടറിൽ എത്ര തീയതികളുണ്ട്? ഇവിടെ 4 തീയതികളാണ്. അപ്പോൾ n വരുന്നത് 4 ഡിവൈഡബിൾ n. തുക മൈനസ് 4n ഹരിക്കണം n എന്ന് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ ചെറിയ കാണുന്ന തീയതിയുടെ തുക 20 എന്നുണ്ട്. അപ്പോൾ തുക എന്ന് പറയുന്നത് ഇവിടെ 20 മൈനസ് 4 ഇൻറ്റു ഇവിടെ n എന്ന് പറയുന്നത് 4. അതുപോലെ ഹരിക്കണം 4. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 20 മൈനസ് 4 ഇൻറ്റു 4 16 ഹരിക്കണം 4. അത് ചെയ്യുമ്പോൾ 20 മൈനസ് 16 4. 4 ഹരിക്കണം 4 1. അപ്പോൾ ഇവിടെ ചെറിയ ഡേറ്റ് എന്ന് പറയുന്നത് 1. അപ്പോൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ 1, 2 അങ്ങനെ 3, 4, 7 വരെ പോയിട്ട് പിന്നെ 8, 9 ഇതാണ് ചെറിയ സംഖ്യയാണ്. ഇങ്ങനെ വരച്ച് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ 3, 9 അത് 16 ചതുരങ്ങളൊക്കെ തന്നിട്ടില്ല. 16 ഡേറ്റൊക്കെ തന്നിട്ട് അത് കാണുമ്പോഴാണ് നമുക്ക് വരച്ച് കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇക്വേഷൻ ബേസ് ചെയ്യുന്നതായിരിക്കും ആ രീതിയിൽ നമുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. കലണ്ടറിൽ 4 തീയതികൾ രൂപവൽക്കരിക്കുന്ന സമചതുരത്തിൽ കാണുന്ന തീയതികളുടെ തുക 68 എങ്കിൽ ഏറ്റവും ചെറിയ തീയതി. സെയിം ക്വസ്റ്റ്യൻ ആണ്, സെയിം പാറ്റേൺ തന്നെയാണ്, പക്ഷേ തുക ഒന്ന് മാറ്റിയെന്നുള്ളൂ. നമുക്ക് ഓരോന്നിലും 2 എക്സാമ്പിൾ വരെ വീതം ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും പെട്ടെന്ന് ഐഡിയ. ഇവിടെയും ഇതന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ തുക മൈനസ് 4n ഹരിക്കണം n. ഇത് ചെയ്യുമ്പോൾ ഇവിടെ തുക 68 മൈനസ് 4 ഇൻറ്റു 4. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, 4 എന്ന് ഡേറ്റ് വന്നാൽ നമ്മൾ തീർച്ചയായും ഈ ഭാഗത്ത് വന്നത് 16 മാത്രമായിരിക്കും. ഹരിക്കണം 4. അപ്പോൾ ചെയ്യുമ്പോൾ 68 മൈനസ് 16 ഹരിക്കണം 4.
അപ്പോൾ 68 മൈനസ് 16 എന്ന് പറയുമ്പോൾ 52 ഹരിക്കണം 4. 52 ഹരിക്കണം 4, 4 5 1 12 3, അപ്പോൾ 13 ഇവിടുത്തെ ഏറ്റവും ചെറിയ തീയതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 13, 14, അതുപോലെ 20, 21, അതിൽ ചെറിയ സംഖ്യ 13. ഈ രീതിയിൽ ചെയ്താലും മതി. വേറെ ക്വസ്റ്റ്യൻ, കലണ്ടറിൽ 4 തീയതികൾ രൂപവൽക്കരിക്കുന്ന സമചതുരത്തിൽ കാണുന്ന തീയതികളുടെ തുക 64 എങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? നേരത്തെ നമ്മൾ കണ്ടത് ചെറിയ സംഖ്യയാണ്, എന്നാൽ ഇവിടെ വലിയ സംഖ്യ ഏത്? അപ്പോൾ നമുക്ക് നോക്കാം. ഇത് സെയിം ഇക്വേഷൻ, ചെറിയൊരു മാറ്റം. തുക ഇവിടെ മൈനസ് ചെയ്യുന്നിടത്ത് പ്ലസ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. 4n ഹരിക്കണം n. തുക ഇവിടെ 64, പ്ലസ് 4n നമുക്കറിയാം 16. നമ്മൾ നേരത്തെ ചെയ്താണ് 4n ഹരിക്കണം n. n എന്ന് പറയുന്നത് ഇവിടെ 4. അപ്പോൾ 64 പ്ലസ് 16, 74, 80. 80 ഹരിക്കണം 4 എന്ന് വരും. 80 ഹരിക്കണം 4 നമുക്കറിയാം 4 2 പ്രാവശ്യം, അപ്പോൾ 20. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ 20. അപ്പോൾ 12, 13, 19, 20. ഇവിടെ 20 ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരുപാട് ഇക്വേഷൻ ഒരുപാട് കലണ്ടർ എടുക്കുക, എന്നിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. ഏതോ ഓരോ ഡേറ്റ് എന്നിട്ട് ശരിയല്ലേ നോക്കുക. അതുപോലെ കലണ്ടറിൽ 4 തീയതികൾ രൂപവൽക്കുന്ന സമയത്തിൽ കാണുന്ന തീയതികളുടെ തുക 88 എങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? സെയിം ഇക്വേഷൻ, തുക മാത്രം വ്യത്യാസം. അപ്പോൾ തുക പ്ലസ് 4n ഹരിക്കണം n. തുക 88 പ്ലസ് 4 × 4 ഹരിക്കണം 4. അപ്പോൾ 88 പ്ലസ് 16 ഹരിക്കണം 4. 104 ഹരിക്കണം 4 വരും. 10 4 2, 24 4 6 പ്രാവശ്യം, അപ്പോൾ 26. ഇവിടെയും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 18, 19, 25, 26 എന്ന് നമുക്ക് കിട്ടും. വേറെ ക്വസ്റ്റ്യൻ, ഇവിടെ വ്യത്യാസമുണ്ട്. കലണ്ടറിൽ 9 തീയതികൾ രൂപവൽക്കരിക്കുന്ന സമചതുരത്തിൽ കാണുന്ന തീയതികളുടെ തുക 171 എങ്കിൽ ഏറ്റവും ചെറിയ തീയതി ഏത്? നേരത്തെ നമ്മൾ 4 തീയതികളാണ് പറഞ്ഞത്, എന്നാൽ ഇവിടെ 9 തീയതികളാണ്. ഇപ്പോൾ 9 തീയതികൾ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. തുക മൈനസ്, ഏറ്റവും ചെറുത് കാണുമ്പോൾ മൈനസും ഏറ്റവും വലുത് കാണാൻ പ്ലസും ചെയ്താൽ മതി. 4n നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് 4n. ഇവിടെ വരുന്നത് ഇൻറ്റു 2 കൂടി വരുന്നുണ്ട്, ഹരിക്കണം n. ഇതാണ് 9 തീയതികൾ തന്നാൽ, കലണ്ടറിൽ 9 തീയതികൾ വെച്ചിട്ടുള്ള കണക്ക് തന്നാൽ നമ്മളിത് ചെയ്താൽ മതി. അപ്പോൾ തുക തന്നിട്ടുണ്ട് 171 തന്നിട്ടുണ്ട്, മൈനസ് 4 × 9 × 2 ഹരിക്കണം 9. അപ്പോൾ 171 മൈനസ് 4 × 9, 4 × 9 എന്ന് പറയുമ്പോൾ 9 × 2 എന്ന് പറയുമ്പോൾ നമുക്ക് 72 വരുന്നത്. 4 × 9 36, 36 × 2 72. 9 ഡേറ്റ് 9 തീയതികൾ തന്നാൽ ഇവിടെ സെയിം ആയിരിക്കും, 72 എല്ലാ കണക്കിലും വരിക. അപ്പോൾ നമ്മൾ തുക മാത്രം 72 അവിടെ വെച്ച് തുക മാത്രം മാറ്റി കൊടുത്താൽ മതി ഇക്വേഷനിൽ 9. അപ്പോൾ 171 മൈനസ് 72 99 വരും. 99ൽ 1 1 11. ഇവിടെ 9 തീയതികൾ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് 12, 13, 18, 19, 20, 25, 26, 27. ഈ രീതിയിലാണ് കണക്ക് തീയതികൾ വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ചെറുതാണ് ചോദിച്ചിട്ടുള്ളത് 11. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഓപ്ഷൻ എടുക്കാം. ഓപ്ഷനിൽ ഇപ്പോൾ 11 തന്നിട്ടുണ്ടെങ്കിൽ 11 അങ്ങോട്ട് ശേഷം വെക്കുക. അതുപോലെ വേറെ ഏതെങ്കിലും ആൻസർ ആണെങ്കിൽ അത് ചെയ്ത് നോക്കുക. അപ്പോൾ അതിന്
അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം വേസ്റ്റ് ആവും. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്കത് സമയം ലാഭിക്കാം. വേറെ ക്വസ്റ്റ്യൻ, കലണ്ടറിൽ 9 തീയതികളിൽ രൂപവൽക്കരിക്കുന്ന സമചതുരത്തിന്റെ കാണുന്ന തീയതികളുടെ തുക 176 ആയാൽ ഏറ്റവും ചെറിയ സംഖ്യ ചെറിയ തീയതി ഏത്? അപ്പോൾ നമുക്കറിയാം തുക പ്ലസ് 4n × 2 ഹരിക്കണം n. ഇത് ആവർത്തിച്ച് എഴുതുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്കത് ആവർത്തിച്ച് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ അത് മറന്നു പോകില്ല. അതുകൊണ്ടാണ് ഈ ആവർത്തിച്ച് വീണ്ടും എഴുതുന്നത്. ഇപ്പോൾ തുക ഇവിടെ 126 ആണ് എങ്കിൽ ഇവിടെ 4 × നമ്മൾ 72 വരിക. അതെന്നാലും നമ്മൾ ചെയ്ത് നോക്കാം. ഹരിക്കണം ചെറിയ സംഖ്യയാണ്. ഇവിടെ നമ്മൾ നോക്കാം മൈനസാണ് വരേണ്ടത്. എനിക്ക് മാറിപ്പോയതാണ്. -9. ഇപ്പോൾ വരുന്നത് 126 -72 ഹരിക്കണം 9 എന്ന് വരും. അത് ചെയ്യുമ്പോൾ 126 -9 72 നമുക്ക് 54 വരുന്നത്. 54 ഹരിക്കണം 9 എന്ന് പറയുന്നത് അത് 6 ആണ്. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ 6 ആവുമ്പോൾ 6, 7, 8 എന്ന് നിങ്ങൾ നോക്കുക, കൂട്ടി നോക്കുക. 13, 14, 15, 20, 21, 22 ഇങ്ങനെ വരിക. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ 31 വരെ നിങ്ങൾ ഒരു സൈഡിൽ എഴുതിയിട്ട് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് അങ്ങനെയും ചെയ്യുക. 31 ഡേറ്റ് വരെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിൽ എഴുതി വെക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആവും. എന്നിട്ട് ഓപ്ഷന് തീയതി നോക്കുക. നേരെ താഴത്തിലതും നോക്കിയിട്ട് കൂട്ടി നോക്കുക. കലണ്ടറിൽ 9 തീയതികൾ രൂപവൽക്കരിക്കുന്ന സമചതുരത്തിൽ കാണുന്ന തീയതികളുടെ തുക 171 എങ്കിൽ ഏറ്റവും വലിയ തീയതി ഏത്? നമ്മൾ നേരത്തെ നോക്കിയത് ചെറിയ തീയതിയായിരുന്നു. വലിയ തീയതി ആകുമ്പോൾ നമുക്കറിയാം അത് നേരെ പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ തുക പ്ലസ് 4n × 2 ഹരിക്കണം n. അത് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ വരുന്നത് 171 പ്ലസ് 4 × 9 × 2 ഹരിക്കണം 9. ഇപ്പോൾ 171 പ്ലസ് 72 ഹരിക്കണം 9. 171 72 170 70 നോക്കുക. 240 2 1 3 243 ഹരിക്കണം 9. 24 2 9 ബാക്കി 67 7 വരുന്നുണ്ട്. 63 7. അപ്പോൾ 27 ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ 27 ആണ് 9 7. അപ്പോൾ ഇവിടെ വരുന്നത് 11 ആണ് ചെറുത്. 11 12 13 അതുപോലെ 18 19 20 25 26 27. ഇപ്പോൾ ഇവിടെ ചോദിച്ചത് 27 ഏറ്റവും വലിയ സംഖ്യ ഏത് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 162 ആണ് തുക. അതിൽ വലുതേത്? അപ്പോൾ നമുക്കറിയാം തുക 162 ആകുമ്പോൾ 162 പ്ലസ് 72 ഹരിക്കണം 9. അപ്പോൾ 162 പ്ലസ് 72 എന്ന് പറയുമ്പോൾ 234 ആണ് വരുന്നത്. ഹരിക്കണം 9. 23 2 9 18 ബാക്കി 54 6. 26 ആണ് ഇവിടെ വരുന്നത് ഏറ്റവും വലുതേത്. അപ്പോൾ ചെറുത് 10 വരും. 11 12 17 18 19 24 25 26. 26 ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. കലണ്ടറിൽ 16 തീയതികൾ തന്നിരുന്നാൽ അത് സമചതുരത്തിൽ കണ്ടാൽ അതിൽ 200 തുക അവരുടെ തുക അതിൻ്റെ തുക 240 ആയാൽ അതിൽ ചെറിയ തീയതി ഏതാണ്? ഇവിടെ നമ്മൾ നോക്കുന്നത് തുക
ചെറിയതാവുമ്പോൾ -4n പൊതുവായിട്ട് വരുന്നതാണ്. അപ്പോൾ 4 ആകുമ്പോൾ നമ്മൾ 4n മാത്രം മതി. 9 ആകുമ്പോൾ 2, 16 ആകുമ്പോൾ 3 ഹരിക്കണം n. ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. തുക 240 മൈനസ് 4 × 16 × 3 ഹരിക്കണം 16. അപ്പോൾ 240 മൈനസ് 4 × 3 × 16 വരുന്നത് 192 വരും. ഹരിക്കണം 16. 192 241 192 ആകുമ്പോൾ ഇവിടെ 40 + 8 48 ഹരിക്കണം 16. അത് 3 വരിക. ഇപ്പോൾ 3 ഏറ്റവും ചെറുത്. ഇപ്പോൾ 3 വെച്ച് 16 തീയതികൾ. 3, 4, 5 പിന്നെ താഴേക്ക് അങ്ങോട്ട്. അല്ല 3, 4, 5, 6 ഉണ്ടാവും സമചതുരമാകുമ്പോൾ. കലണ്ടറിൽ 16 തീയതികൾ രൂപവൽക്കരിക്കുന്ന സമചതുരത്തിൽ കാണുന്ന തീയതികളുടെ തുക 240 എങ്കിൽ, അപ്പോൾ 240 ഇവിടെ വലിയ സംഖ്യ ചോദിച്ചിട്ടില്ല. അപ്പോൾ നമുക്കറിയാം പ്ലസ് ചെയ്യാം. പിന്നെ 4n പൊതുവായിട്ട് × 16 ആകുമ്പോൾ 3 ഹരിക്കണം ഇവിടെ 16 n എന്ന് പറയുമ്പോൾ 16. അപ്പോൾ 240 പ്ലസ് 192 ആണ് പൊതുവായിട്ട് വരിക. 16 ആകുമ്പോൾ 192 പൊതുവായിട്ട് വരും 16. ഇപ്പോൾ 240 + 16 432 ഹരിക്കണം 16. ഇപ്പോൾ വരുന്നത് 27. ഏറ്റവും വലിയ തീയതി 27 ആണ്. നിങ്ങൾ കലണ്ടർ വെച്ച് നോക്കുക. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.